ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ രാജാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, പരാതികളെ, നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളെ, നമുക്ക് സാധിച്ചെടുക്കേണ്ടതായ കാര്യങ്ങളെ, നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളെ, രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥയെ, ശാരീരിക വേദനകളെ എല്ലാം സമർപ്പിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മുടെ സമാധാനം കെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും വ്യക്തികളെയും ഈ രാത്രിയിൽ രാജാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം ജനതകളുടെ മേൽ വാഴുന്ന രാജാവാണ്. കർത്താവായ ദൈവത്തിൻ്റെ രാജത്വത്തിന് കീഴിൽ നമ്മെ തന്നെ ഈ രാത്രിയിൽ സമർപ്പിക്കാം. നമുക്കുള്ളതെല്ലാം, നമ്മുടെ കുടുംബത്തെ, മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, നമ്മുടെ വസ്തുവകകളെ, ഇപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ, ജോലിയെ എല്ലാം കർത്താവിൻ്റെ രാജത്വത്തിന് കീഴിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് രാജാവായി നമുക്ക് ഏറ്റുപറയാം. ഈ രാത്രിയിൽ അവിടുത്തെ രാജത്വത്തിൻ്റെ അധീനതയിൽ കഴിയുന്ന നമ്മുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയും. നമുക്കുള്ള അവകാശങ്ങളെ അവിടുന്ന് നേടി നൽകും. കർത്താവായ ദൈവം നമ്മുടെ അവകാശങ്ങളെ ഒരിക്കലും നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്തുകയില്ല. ആ അവകാശങ്ങളെ പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കുവാനും അതനുഭവിക്കുവാനും കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ പാപ അവസ്ഥയിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 47, 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു. ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി. അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രാജത്വത്തിൻ കീഴിൽ ഞങ്ങളെ തന്നെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവൻ, ജീവിതം, ഞങ്ങളുടെ ശരീരം, മനസ്സ്, അന്തരാത്മാവ്, ഇന്ദ്രിയങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുടുംബം, സഹോദരി സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, വസ്തുവകകൾ, ഭവനം എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു. ചില വിഷയങ്ങളുടെ മേൽ ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണതുണ്ടാകണമേ. അവിടുന്ന് സകലത്തിൻ്റെയും രാജാവാണ്. ഭൂമി മുഴുവൻ്റെയും രാജാവായ ദൈവമേ, ഭൂമി അങ്ങയുടെ കാൽപാദം പതിപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയുടെ അവകാശം പൂർണ്ണമായും അങ്ങയുടേതാണ്. ഈ ഭൂമി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭൂമി, ഞങ്ങളുടെ അവകാശമായി നൽകിയ ഭൂമിയെ കൈവശപ്പെടുത്തി അനുഭവിക്കുവാനുള്ള തടസ്സങ്ങൾ മാറ്റി ഇന്ന് ഈ രാത്രിയിൽ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഇടപെടണമേ. ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഈ സമയം തന്നെ നീ തകർത്തെറിഞ്ഞ് നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ. ജനതകളുടെ മേൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ കാൽ കീഴിലാക്കി കർത്താവേ, നിന്റെ രാജത്വം സ്ഥാപിക്കണമേ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ
വിഷമത്തിലിരിക്കുന്ന എല്ലാവർക്കും നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, അനാവശ്യമായി ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരുടെ എല്ലാ വാക്കുകളെയും നീ ഖണ്ഡിച്ചു കളയണമേ. അവരുടെ പ്രവർത്തനങ്ങളെ നീ ഖണ്ഡിച്ചു കളയണമേ. ദൈവമേ, ഞങ്ങളുടെ സമാധാനം കെടുത്തുവാൻ തക്കവണ്ണം ആരെങ്കിലും ഞങ്ങൾക്കെതിരെ ദോഷങ്ങൾ ശത്രുത പുലർത്തുന്നുവെങ്കിൽ, ഞങ്ങൾക്കെതിരെ ശത്രുതാപരമായ വാക്കുകളും പ്രകോപനപരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നവർക്കെതിരെ ഇന്ന് രാത്രിയിൽ നീ പ്രവർത്തിക്കണമേ. ദൈവമേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് സമാധാനം നൽകി, സന്തോഷം നൽകി, നിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും അവകാശം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അവകാശങ്ങൾ മറ്റൊരാൾ അവകാശമായി എടുക്കുവാൻ നീ അനുവദിക്കരുതേ. അവരവർക്ക് നീ അവകാശമായി നൽകിയ സമ്പത്തിനെ, അവകാശങ്ങളെ കാത്ത് സംരക്ഷിക്കുവാനും അതനുഭവിക്കുവാനും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ തോന്നണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ മാനിച്ച് കർത്താവെ, ഈ രാത്രിയിൽ നിന്നിൽ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെടും എന്ന വിശ്വാസത്തോടെ ഉറങ്ങാൻ, ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭൂമിയുടെ അധിപനായ ദൈവമേ, സകല നന്മകളുടെയും അധിപനായ ദൈവമേ, ജനതകളെ ഞങ്ങൾക്ക് കാൽ കീഴിലാക്കുന്ന ദൈവമേ, രാജ്യങ്ങളുടെ മേൽ വിജയം വരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വസ്തുവകകളുടെ മേൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ വിജയം വരിക്കുവാൻ ഇന്ന് രാത്രിയിൽ നീ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ഉമ്മൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറ്റർഡേ നടക്കുന്ന ജോബിയുടെ ഇൻ്റർവ്യൂവിൽ വിജയം നൽകി ആ മകനെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശോഭ എന്ന വ്യക്തിയുടെ രണ്ടാമത്തെ മകന് നീ ജോലി നൽകി ആ മകൻ്റെ വേദന നീ അകറ്റണമേ. നല്ലൊരു ജോലി നൽകി ഈ മകനെ നീ അനുഗ്രഹിക്കണമേ. ഇന്ദ്രജിത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ജോലിക്ക് പകരം നല്ലൊരു ജോലി കിട്ടുവാനും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഭർത്താവിൻ്റെ ഉദരസംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന, പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന എല്ലാവരെയും കർത്താവേ, നിന്റെ കരം വെച്ച് അവരെ ആശീർവദിക്കണമേ. നല്ലൊരു ജോലി നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, മറിയാമ്മ എന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്ന തെറ്റായ ഗെയിം കളിയിൽ നിന്നും ഇവരുടെ മക്കളെയും ഈ ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും നീ രക്ഷിക്കണമേ. കർത്താവെ, അവർ അറിയാതെ ചെന്നു വീഴുന്ന ഈ തെറ്റായ ഗെയിം കളിയുടെ ദുരുദ്ദേശം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് നീ ഈ മക്കളെ നീ കരകയറ്റണമേ. തിന്മ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഈ ഗെയിം കളിയിൽ നിന്നും, തിന്മയുടെ ഈ ഗെയിം കളിയിൽ നിന്നും കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവതലമുറകളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നളിനി നാരായണനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലക്ഷങ്ങൾ കടബാധ്യതയുള്ള ഈ മക്കളുടെ മേൽ, ഈ കുടുംബത്തിൻ്റെ മേൽ നീ കരുണ തോന്നണമേ. ഡെൽസി ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹിക്കാൻ വയ്യാത്ത മുട്ടുവേദനയിൽ നിന്നും ഈ മകളെ നീ രക്ഷിക്കണമേ. കർത്താവെ, രാജാദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനു വേണ്ടി ശ്വേതായ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രീതി ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും, ശരീരമാസകലമുള്ള സകല രോഗങ്ങളിൽ നിന്നും ഈ മകൾക്ക് സൗഖ്യം നൽകി ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം കൊടുത്ത് അനുഗ്രഹിക്കണമേ. സജി മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ കടബാധ്യതകളിൽ നിന്ന് ഈ മകനെ നീ രക്ഷിക്കണമേ. ലേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിബിൻ്റെ ഫൈനാൻഷ്യൽ നീഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴുള്ള അവരുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിച്ച് കുടുംബത്തിൽ സമാധാനവും ഐക്യതയും നിലനിർത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മിനി മോളമ്മായുടെ സഹോദരൻ ജോബിയുടെ
കാലുവേദനയും ആ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥയും മാറാൻ, നല്ലൊരു സമാധാനത്തോടെയുള്ള ജീവിതം ലഭിക്കുവാൻ, എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം കിട്ടുവാൻ ഈ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. റീന വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെയ് 22 ഇസ്രായേലിൽ പോകുന്ന സാനുമോനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറി നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സമാധാനപരമായ ജീവിതം ലഭിക്കുന്നതിനും വേണ്ടി ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമോളുടെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലതുപോലെ പഠിച്ച് എഴുതുന്നതിനുള്ള കൃപ ആ മകൾക്ക് നൽകി, ബുദ്ധി ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷൈലായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതാൻ പോകുന്ന മകൻ ആരോണിനു വേണ്ടി, മകൾ ഐഡയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ കൂടെ നിന്ന് ഇവരുടെ കരം പിടിച്ച് നീ പരീക്ഷ എഴുതി ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ. നല്ലൊരു ഭാവി നൽകി ഈ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓമന ബേബിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭർത്താവിൻ്റെ ജോലിയിൽ അവരെ സഹായിക്കണമേ. മക്കളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൽന മോളുടെ കുടുംബത്തിനു വേണ്ടി കടബാധ്യത മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഗന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും നല്ലൊരു ജോലി ലഭിക്കുവാൻ ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, കോളേജിൽ പോകാനും പഠിക്കുവാനും മടിയുള്ള സുഗന്ധിയുടെ മൂത്ത മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകൻ്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാ മടിയിൽ നിന്നും, അലസതയിൽ നിന്നും, പഠനത്തിനോടുള്ള വിരക്തിയിൽ നിന്നും ഈ കുഞ്ഞിനെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അപർണ സുജേഷിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്ക് അവരോടുള്ള വെറുപ്പ് മാറ്റി സമാധാനത്തിലും സ്നേഹത്തിലും വർദ്ധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാന്തി അനിൽകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തലമുറകളെ നൽകി, മക്കളെ നൽകി ഈ ദമ്പതിമാരെ നീ അനുഗ്രഹിക്കണമേ. ജെസ്സി ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനം ആഗ്രഹിക്കുന്ന ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്ത എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വസ്തു തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവകാശമായി നൽകിയ വസ്തുക്കളെ, അവരവർക്ക് അവകാശപ്പെട്ട വസ്തുക്കളെ അത് ഉപയോഗിച്ച് അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ മാറ്റി നിന്റെ രാജത്വത്തിന് കീഴിൽ ഞങ്ങളുടെ വസ്തുവകകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റി വസ്തു സംബന്ധിച്ചുള്ള എല്ലാ അധികാരികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ അധികാരം ഞങ്ങളുടെ വസ്തുക്കളുടെ മേൽ നീ സ്ഥാപിതമാക്കണമേ. നീ ഞങ്ങൾക്ക് അവകാശമായി നൽകിയ വസ്തുവകകളെ അത് നിന്നിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന, അത് തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ കർത്താവേ ഞങ്ങളുടെ കാൽ കീഴിലാക്കി വിജയം വരിക്കുന്നതിന് ഇന്ന് രാത്രിയിൽ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തമായ ഇടപെടലുണ്ടാകണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, മനസ്സുഖത്തോടെ ഉറങ്ങാനുള്ള കൃപ തരണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, നീ രാജാവാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ ഇന്നീ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം എടുക്കണമേ. ഞങ്ങൾക്ക് വിജയം നൽകി, മഹത്വം നൽകി, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഉയർത്തണമേ. നീ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനാൽ കർത്താവെ, ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളെ കാണുന്ന ലോകം മനസ്സിലാക്കാൻ, ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ദൈവിക പ്രഭയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവിക ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ രാജത്വത്തിന് കീഴിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, ദമ്പതിമാരെ, കുഞ്ഞുമക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നിന്റെ രാജ്യത്വം ഇവരുടെ മേൽ സ്ഥാപിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്നിൽ സന്തോഷിക്കാനും ആനന്ദിക്കുവാനും നിനക്ക് നന്ദി അർപ്പിക്കുവാനും ഇന്നും എന്നും ഞങ്ങൾക്ക് സാധിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വെറുപ്പും വിദ്വേഷവും മാറ്റി എല്ലാവരോടും ക്ഷമിക്കുവാൻ, പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരോട് ക്ഷമിക്കുവാൻ കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയോടെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ശാരീരിക വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകി നിന്റെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ കർത്താവെ ധാരാളമായി കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സർവഭയങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകി. രാജാവായ ശക്തനായ ദൈവം ബലഹീനരായ നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ നാം ഇനി ബലഹീനരല്ല, ദൈവം കൂടെയുള്ളവരാണ്. അതിനാൽ ദൈവം എല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമുക്ക് വിജയം നൽകും. ദൈവം നമ്മെ ലജ്ജിപ്പിക്കില്ല. ഈ ഒരു വിശ്വാസത്തോടെ കർത്താവെ, ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകി അതിരാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.